ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുമിത്ര സത്യങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സുമിത്ര ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പച്ച പരമാർത്ഥങ്ങൾ അറിയുമ്പോൾ നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുന്നു. കാരണം എന്താ, സുമിത്ര ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരും സുമിത്രയെ ഒരിക്കലും ചതിക്കില്ലെന്ന് വിശ്വസിച്ചവരുമാണ് സുമിത്രയുടെ മുന്നിൽ നുണ പറയുകയും വിശ്വാസവഞ്ചന കാണിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് ഇപ്പോൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, ആരെ സംശയിക്കണം, ആരെ സംശയിക്കരുത്, ഇതൊക്കെ ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്രയോട് ദീപു പറഞ്ഞു പിടിപ്പിച്ചിരുന്നത്, ദീപുവാണ് സുമിത്രയുടെ ബില്ല് മുഴുവൻ, ആശുപത്രിയിലെ ബില്ല് മുഴുവൻ ക്ലോസ് ചെയ്തതെന്നാണ്. പക്ഷേ ഇപ്പോൾ ദേ സ്നേഹയുടെ നാവിൽ നിന്നും നമ്മുടെ സുമിത്ര ആ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നു. വേറൊന്നുമല്ല, ദീപുവാണ്. അപ്പോൾ സ്നേഹ വീട്ടിലേക്ക് വന്ന് സുമിത്രയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ രാത്രിയായിട്ടും മോള് വന്നില്ല. പൂജ വരാത്തത് കൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഉമ്മർത്തിരിക്കുന്ന സമയത്താണ് സ്നേഹ അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പൂജമോള് വരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം എന്തെങ്കിലും തിരക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും പൂജ വരാൻ താമസിക്കുന്നതെന്നും പറഞ്ഞ് സുമിത്രയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടാകാത്ത രീതിയിൽ സ്നേഹ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ സ്നേഹ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സുമിത്രയുടെ അവസ്ഥകളെ പറ്റിയും അതുപോലെ തന്നെ സുമിത്രയെ കാണാൻ വന്നവരെ പറ്റിയും സുമിത്രയെ സഹായിച്ചവരെ പറ്റിയും ഒക്കെ സ്നേഹയോട് സുമിത്ര ഇങ്ങനെ ചോദിക്കുന്നു. കാരണം പല പല ലക്ഷ്യങ്ങളും നമ്മുടെ സുമിത്രയുടെ മനസ്സിലുണ്ട്. എങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിക്കണം, എങ്ങനെയാണ് പൂജയുടെയും രോഹിത്തിൻ്റെയും സ്വത്തുക്കൾ മുഴുവൻ രഞ്ജിതയുടെ കൈകളിൽ എത്തിയത്, ഇതെല്ലാം കണ്ടുപിടിക്കണം, തൻ്റെ മക്കളെ കണ്ടുപിടിക്കണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ സുമിത്രയുടെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ സുമിത്ര ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലിട്ടുകൊണ്ട് സ്നേഹയോട് പല പല കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ തൻ്റെ ബില്ല് അടച്ച കാര്യങ്ങൾ അത് തൻ്റെ അനിയനാണെന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെ ചേച്ചിയുടെ അനിയനാണ് ചേച്ചിയുടെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ അടച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ആരാണ് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, ദീപു തന്നെയാണ് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം പറയാം. എന്താ സ്നേഹ, അവനല്ലേ ബില്ല് അടച്ചതെന്ന് ചോദിച്ചപ്പോൾ, അല്ല ചേച്ചി, ചേച്ചിയുടെ ആങ്ങളെയല്ല ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ചേച്ചിയുടെ ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. എല്ലാ മാസവും ആ ബില്ല് ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റാരോ ആണെന്ന് പറഞ്ഞപ്പോൾ സുമിത്ര നടുങ്ങിപ്പോയി. കാരണം സുമിത്ര അറിയുന്ന സത്യങ്ങളൊന്നും സുമിത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പം സുമിത്ര ചോദിച്ചു, മറ്റാരോ, അതാരാണെന്ന് ചോദിച്ചപ്പം അതാരാണെന്ന് അറിയില്ല, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത് മറ്റോ ആരോ ആണെന്നും അദ്ദേഹം ഒരിക്കലും പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര ആകെ ഇതായിപ്പോയി. കാരണം തൻ്റെ അനിയൻ തന്നോട് നുണ പറഞ്ഞു എന്നുള്ളൊരിത്, അതുമാത്രമല്ല തന്നെ സഹായിച്ചത് ആരാണെന്നുള്ളൊരിത്. ഇനി ഒരു പക്ഷേ ഈ മരിച്ചു പോയി എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന നമ്മുടെ രോഹിത്ത് ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ് ഒരു നിമിഷത്തേക്ക് സുമിത്ര. കാണാമറിയത്തിരുന്നു കൊണ്ട് രോഹിത്താണ് സുമിത്രയെ സഹായിക്കുന്നത് എന്നുള്ളൊരു ധ്വനി കൂടി ആ ഒരു സംസാരത്തിലുള്ളതുപോലെയൊക്കെയുള്ള ആ ഒരു രീതികളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഈ ലോകത്ത് ആർക്കും സുമിത്രയെ സഹായിക്കാനുള്ള ബാധ്യതയില്ല. സുമിത്രയെ അത്രത്തോളം സ്നേഹിക്കുന്നതായിട്ട് ഈ ലോകത്ത് മറ്റാരുമില്ല. സുമിത്രയെ സ്നേഹിക്കുന്നത് 2 വ്യക്തികളേ ഉള്ളൂ. ഒന്ന് സിദ്ധുവും ഒന്ന് രോഹിത്തും. അതിൽ സിദ്ധുവിന് കാശെടുത്ത് സുമിത്രയെ സഹായിക്കാനുള്ള ഒരു അവസ്ഥകളും കയ്യിലില്ല. പക്ഷേ നമ്മുടെ രോഹിത്ത് മരിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ അവരായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടതാകാം, അല്ലെങ്കിൽ ആണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെയാണ് വളരെ വളരെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കഥാമുഹൂർത്തങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ എപ്പിസോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തൻ്റെ അനിയനല്ല മറ്റാരോ ആണ് സുമിത്രയെ സഹായിച്ചത് എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര ഞെട്ടിപ്പോയി. അപ്പോൾ സ്നേഹയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് സുമിത്ര ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി മോളിപ്പോൾ തന്നെ വന്നോളും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹ നേരത്തേക്ക് അങ്ങ് പോയി കേട്ടോ. സ്നേഹ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇരുന്ന് ആലോചിച്ചിട്ട് വേഗം തന്നെ ഫോണെടുത്ത് ദീപുവിനെ വിളിച്ചു. അപ്പോൾ ചേച്ചിയുടെ കോള് കണ്ടപ്പോഴേക്കും ആ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കോൾ അങ്ങ് എടുത്തു. ദീപു നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട് ചേച്ചി, എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വരേണ്ട വല്ല കാര്യമുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. അപ്പോൾ അല്ല, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ചേച്ചി അറിഞ്ഞതെന്ന് ചോദിച്ചു. എന്താ ചേച്ചിക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചു. നീ തന്നെയല്ലേ എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ പേ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദീപു ഞെട്ടി. നീയാണെന്നാണല്ലോ നീ എന്നോട് പറഞ്ഞത്. നീ എന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോ? നീ എൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് നീ അല്ലെന്നല്ല അവരോടും പറഞ്ഞോ? നീ എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു സുമിത്ര ഇങ്ങനെ പറയുക. അപ്പോഴേക്കും എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ദീപു. എന്താണ് പെട്ടെന്ന് സ്പോട്ടിൽ മറുപടി കൊടുക്കണ്ടേ, എന്ത് പറയും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയോട് ആരാ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ,
ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യം എനിക്കുണ്ടോ ചേച്ചി? ഞാനത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ചേച്ചിക്ക് അറിയില്ലേ? എൻ്റെ ചേച്ചിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാനല്ലേ ഞാൻ ശ്രമിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കാം. അപ്പം ശരി ദീപു എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പക്ഷെ സുമിത്രയ്ക്ക് മനസ്സിലായി ദീപു എന്തൊക്കെയോ കള്ളക്കളികൾ കളിക്കുന്നുണ്ട്, തന്നോട് ഒരുപാട് നുണ പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ആരായിരിക്കും തൻ്റെ ബില്ലടച്ചത്? ആരായിരിക്കും കാണാമറയത്തിരുന്ന് തന്നെ സഹായിക്കുന്നത് അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നത്? ഇതൊക്കെ സുമിത്ര ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ അതിന് 100-99% സാധ്യതയുള്ളത് നമ്മുടെ രോഹിത് ആകാൻ തന്നെയാണ്. രോഹിത് മരിച്ചിട്ടുണ്ടാവില്ല. രോഹിത് എവിടെയോ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സമയമാകുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അത് ഒരു സാധ്യതയായ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂജ അവിടെ പങ്കജിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുന്ന സമയത്ത് അപ്പുവിനെ യാദൃശ്ചികമായിട്ട് നമ്മുടെ പൂജ കണ്ടു. അപ്പോൾ അപ്പു ആണ് ശരിക്കും പറഞ്ഞ പൂജയ്ക്ക് രക്ഷകനായിട്ട് അവിടെ വന്നത്. അപ്പോൾ പൂജ ഇതുവരെ എത്താത്ത കാര്യം എന്തായാലും നമ്മുടെ അപ്പു അറിഞ്ഞു. കാര്യം അപ്പു ഏത് നേരവും പൂജയ്ക്കൊരു ബോഡി ഗാർഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിന്നാലെ ഉണ്ടല്ലോ. അങ്ങനെ അപ്പുവും അതുപോലെ പൂജയും കണ്ടുമുട്ടി അവർ റോഡിൽ നിന്ന് സംസാരിക്കാം. അപ്പോഴേക്കും അപ്പു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? നീ എന്തെടുക്കുമായിരുന്നു? നിന്നെ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി പോയി, അതുകൊണ്ടാണ് അമ്മയെ വിളിക്കാൻ ആ ഫോണൊന്ന് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് പൂജ ഫോൺ വിളിച്ച് സുമിത്രയോട് താനിങ്ങനെ ഉണ്ട്, ഇപ്പം തന്നെ എത്തും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുമിത്രയ്ക്ക് ആശ്വാസമായി. സുമിത്ര എന്നിട്ട് ഇങ്ങനെ ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്ത് ഇത്രയും താമസിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം പങ്കജിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇന്നത്തെ ഓവർലോഡിൻ്റെ കാര്യമൊക്കെ പൂജ പറയാം. അവൻ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് പഠിക്കാറായില്ലേ? അവൻ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി നിന്നെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാ. അവൻ നിന്നെ ചതിക്കും. നീ എന്താ ഇത്രയായിട്ട് അവനെ മനസ്സിലാക്കാത്തത്? നീ എന്തിനാ അവിടെ പോയി കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് തുടങ്ങിയ രീതിയിലൊക്കെ അപ്പു ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും പൂജ പറഞ്ഞു, പങ്കജിന് അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം എൻ്റെ നേർക്കുണ്ടെങ്കിൽ അവൻ്റെ ഒരു ദുരുദ്ദേശവും എൻ്റെ മുന്നിലെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചിലവാകില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് അപ്പോട്ടും വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അപ്പോട്ടൻ എൻ്റെ കാര്യം ഓർത്ത് ഇതുപോലെ ടെൻഷൻ അടിക്കാൻ ഞാനും അപ്പോട്ടനും തമ്മിൽ എന്ത് ബന്ധം ഉള്ളതെന്ന് ചോദിച്ചു. അതെ, ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോഴേക്കും ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അപ്പുവിന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ അന്നേരത്തേക്കും അത് ദേഷ്യമായിട്ട് പൂജയുടെ മുന്നിൽ പ്രകടിപ്പിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പുവേട്ടൻ വീട്ടിൽ പോയിക്കോ, എൻ്റെ കാര്യങ്ങളിൽ അപ്പുവേട്ടൻ ഇടപെടണ്ട, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട, ആരും എന്നെ സഹായിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണും അപ്പുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പൂജ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ പൂജ അങ്ങ് പോയി കഴിയുമ്പോൾ പൂജ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അപ്പു പിന്നിൽ നിന്ന് വിളിച്ചു. ഇപ്പോൾ പൂജ തിരിഞ്ഞു നോക്കി. നിൻ്റെ ഈ എടുത്തുചാട്ടം അത് നല്ലതിനല്ലെന്ന് പറഞ്ഞപ്പം അത് ഞാൻ അങ്ങ് സഹിച്ചുവെന്നും പൂജ അപ്പുവിനോട് പറയാം. അതും പറഞ്ഞ് ഇവരങ്ങ് പിരിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിന് ഭയങ്കര അങ്ങ് ദേഷ്യവും സങ്കടവും എന്തൊക്കെയാണ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ അപ്പു ഇങ്ങനെ കടന്നു പോവുക. കാരണം പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്നത് തനിക്കാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പു. അതുകൊണ്ട് തന്നെ അപ്പു ആ ഒരു രീതിയിൽ സങ്കടത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂജ വീട്ടിലേക്ക് വന്നു. പൂജ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ പണ്ടത്തെ ആൽബം ഒക്കെ എടുത്ത് ഇങ്ങനെ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലിങ്ങനെ ഒരു വട്ടം നമ്മുടെ സുമിത്ര കണ്ണോടിച്ചിങ്ങനെ നോക്കി. അതിൽ രോഹിത്തിൻ്റെ രോഹിത് അങ്ങനെയുള്ള പഴയ കുറേ ഓർമ്മകൾ അടങ്ങുന്ന കുറേ ഫോട്ടോസ്. അപ്പോൾ അതെടുത്തുകൊണ്ട് ഇങ്ങനെ സുമിത്ര ഇരിക്കുകയാണ്. അപ്പോഴാണ് പൂജ വരുന്നത്. പൂജ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര കാര്യം തിരക്കി. അപ്പോഴേക്കും രഞ്ജിത ചെയ്ത കാര്യങ്ങളൊക്കെ പൂജ പറയാം. അപ്പോൾ അവൾ മനഃപൂർവ്വം അത് മോളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ മോൾ അതൊക്കെ എടുത്തുനിന്ന് നോക്കുന്നതും കാണുന്നതൊക്കെ നല്ലതാണെന്ന് സുമിത്രയ്ക്കും തോന്നി. കാരണം ഇതിനകത്ത് എത്രത്തോളം കാശ് അവർ സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ളത് സുമിത്രയ്ക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ പൂജയ്ക്കും കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ആ ഒരു രീതിയിൽ സുമിത്ര ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഡൈനിങ് ടേബിൾ ഇങ്ങനെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആൽബം എടുത്ത് ഇങ്ങനെ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇതെന്താ അമ്മയെന്ന് ചോദിച്ചു. ഇത് രോഹിത്തിൻ്റെ പണ്ടത്തെ ആൽബമാണ് മോളെ. പിന്നെ നമുക്ക് ഒരുപാട് വഴികൾ ഇനിയും സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് സത്യങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞപ്പം എന്ത് സത്യങ്ങൾ അമ്മയെന്ന് ചോദിച്ചു പൂജ. നമ്മുടെ കൺമുന്നിൽ കാണുന്നതും കേൾക്കുന്നതും ഒന്നും യാഥാർത്ഥ്യമല്ല മോളെ. പിന്നെ നമ്മൾ തേടുന്ന സത്യങ്ങൾ നമ്മൾക്കരികിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ചതിച്ചവരെയും എൻ്റെ മോളെ ചതിച്ചവരെയും ഒക്കെ നമുക്ക് കൈയോടെ പിടികൂടാൻ കഴിയും. പിന്നെ രോഹിത്തിൻ്റെ ആഗ്രഹം പോലെ നീ അതായത് ഈ രഞ്ജിത കൈയടക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാപനം നീ മുന്നോട്ട് നയിക്കുന്ന ഒരവസ്ഥ വരും. അത് നമ്മുടെ കൈകളിലേക്ക് എത്തും.
അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പൂജയോട് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ പൂജയ്ക്ക് സന്തോഷമായിട്ടോ. പൂജ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. ആ സമയത്ത് മോള് നോക്കിക്കേ, ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന അങ്കിൾമാർ, അതായത് രോഹിത്തിന് പഴയകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇവരിൽ ആരെയെങ്കിലും മോൾ ഓർക്കുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് സുമിത്ര ഇങ്ങനെ പൂജയെ കാണിച്ചു കൊടുക്കും. അപ്പോൾ സുമിത്രയുടെ മുന്നിലിരുന്ന് പൂജ ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ കൈ ഓടിച്ചു, കണ്ണോടിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് പറഞ്ഞു, ഈ അങ്കിളിനെ ഞാൻ ഓർക്കുന്നുണ്ടമ്മേ, ഈ അങ്കിൾ അച്ഛൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ കൊച്ചിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പൂജയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പൂജ ഇങ്ങനെ പറയുന്നു. ഇനിയിപ്പോൾ സുമിത്രയുടെ അടുത്ത ലക്ഷ്യം ആ ഫോട്ടോയിൽ കണ്ട വ്യക്തിയെക്കുറിച്ച് പൂജ പറഞ്ഞ അറിവുകൾ വെച്ച് സുമിത്ര അയാളെ തേടി പോകും. അയാളിൽ നിന്ന് എന്തെങ്കിലും സത്യം അറിയാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെ സുമിത്രയും പൂജയും ആ ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സത്യങ്ങളിലേക്കുള്ള സുമിത്രയുടെ ഈ ഒരു ജീവിതയാത്രയിൽ കട്ടയ്ക്ക് സുമിത്രയ്ക്ക് കാണാമറയത്തിരുന്ന് ആരാണ് സഹായം നൽകുന്നതെന്നും സുമിത്രയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ പൂജയുടെ സ്വത്തുക്കൾ അടിച്ചെടുത്ത രഞ്ജിതയ്ക്കും അതുപോലെ രഞ്ജിതയുടെ ഗ്യാങ്ങിനും ഈ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് ആരാണെന്നും ഒക്കെ സുമിത്ര കണ്ടെത്താനുള്ള ദിവസങ്ങൾ വളരെ വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഒരു പക്ഷേ ഈ ഒരു യാത്രക്കിടയിലാകാം സുമിത്ര സിദ്ധുവിനെയും അതുപോലെ തന്നെ സരസ്വതി അമ്മയെയും ഒക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ ഓരോ നിമിഷവും വൈകാരികമായ എപ്പിസോഡുകളിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.